Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറീസും ഡ്യൂട്ടി ഫ്രൂട്ടിയും ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നട്ട്സ് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നില്ല, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 1/2 കപ്പോളം ഉണ്ട്. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് മുന്തിരി ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് 2 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവിൽ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയും ബൗളും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കുക. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഓറഞ്ച് ജ്യൂസിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് മാത്രമായി പോവാതെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി വെച്ച ഡ്രൈ മിക്സിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സായിന്ന് കണ്ടാൽ പിന്നെ മിക്സ് ചെയ്യരുത്. ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവിൽ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അടിഭാഗത്തായി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന് പകരം നിങ്ങൾക്ക് മണൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അടച്ച് വെക്കുമ്പോൾ കുക്കറിൻ്റെ വിസിൽ എടുത്തു മാറ്റണം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അടിഭാഗത്ത് മാത്രമാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും കേക്ക് നല്ല ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാനിതുപോലെ അണ്ടിപ്പരിപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതെന്നുള്ളൂ, ഇത് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കുക്കർ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നെ ഈ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 45 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ നിങ്ങളൊരു 30-35 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഞാനിവിടെ ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഇതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ബേക്ക് ആയിട്ടില്ലായിരുന്നു. വീണ്ടും ഞാനൊരു 15 മിനിറ്റ് കൂടി വെച്ചിട്ടാണ് ഇന്ന് ബേക്ക് ചെയ്തെടുത്തത്. നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കേക്ക് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഈസിയാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്